ഡെയിലി ബ്ലോഗിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നും എമ്പുരാൻ വിഷയവുമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വളരെ വലിയൊരു റീച്ചാണ് പൊതുമാധ്യമ സമൂഹത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല നല്ല കാര്യങ്ങളും പല നെഗറ്റിവിറ്റീസും ഈ ഒരു സിനിമ ഉണ്ടായതുകൊണ്ട് ഈ സിനിമ നൽകപ്പെടുന്നത് ഒരു നല്ലൊരു മാസം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ സിനിമയ്ക്ക് ഒരു ഡീകോഡിങ് ചെയ്യേണ്ടി വരും. കാരണം പല കാര്യങ്ങളും വേണ്ട എന്ന് പറഞ്ഞിട്ടും അതിൽ ഉൾപ്പെട്ട കുറേ കാര്യമുണ്ട്. ലൈക്ക എന്ന് പറയുന്ന പ്രൊഡക്ഷൻ അവിടെ നിന്ന് നീക്കിയതായിരുന്നു. പിന്നെ ഷാജോൺ എന്ന നായകനെ നമുക്ക് കാണാൻ പറ്റിയില്ല. അതിൽ ഷാജോൺ അഭിനയിച്ചൊരു സീൻ വെട്ടിയിരുന്നു. പിന്നെ അനിയനാണെന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ടൊവിനോ, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സീനിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നതാണ്. പിന്നെ ചെറിയ 2 പൈതങ്ങളുടെ ക്യാരക്ടർ. പിന്നെ ഈ ലൂസിഫറിൽ ഡബിൾ വരുമെന്നൊക്കെ പറഞ്ഞ് മുമ്പും ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇതിൽ ഡബിൾ ഉണ്ടോ അല്ലേ ഒരാളായിട്ട് തന്നെയാണോ രണ്ടുപേരും ക്യാരക്ടർ ചെയ്യുന്നത്? അങ്ങനെ പല ചോദ്യങ്ങൾ. അതാണ് നമുക്ക് ഈ സിനിമയിൽ വലിയൊരു സിനിമ തന്നെയാണ്, ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയാണ്. നമുക്കതിൻ്റെ പൈസയും കണക്കൊന്നുമല്ല സത്യത്തിൽ ഒരു കാണുന്ന കാണികൾക്ക് ആവശ്യം. സിനിമയുടെ എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. അതുമല്ല, ഈ ഒരു സിനിമ ചില കാര്യങ്ങൾ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അത് മതത്തിന് ചൊല്ലിയാവാം, ജീവിതത്തെ ചൊല്ലിയാവാം, പല ആക്ഷൻ റിയാക്ഷനെ പറ്റിയാവാം. ഒരു പൊതുസമൂഹത്ത് നന്മയും തിന്മയും ഉണ്ട്. അതില്ല എന്ന് നീക്കിക്കളയാനൊന്നും ഒരു സിനിമക്കാവില്ല. പിന്നെ തിന്മയും, ചെറിയ തിന്മയും വലിയ തിന്മയും, അങ്ങനൊരു നിഘണ്ടു ഉണ്ടോ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് കേട്ടാൽ മനസ്സിലാവും, നമ്മുടെ ജീവിതത്തിൽ വലിയ തെറ്റും ചെറിയ തെറ്റുമുണ്ട്. നമ്മൾ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത് പുണ്യമാസങ്ങളിൽ അരുത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് വലിയ തെറ്റും. ചെറിയ ചെറിയ തെറ്റ് എന്ന് പറയുന്നത് പോട്ടെ സാരമില്ല എന്ന് പറയുന്ന കാര്യത്തിലും അതൊക്കെ ക്ഷമിക്കാൻ പറ്റുന്നു എന്നതാണ്. അതാണ് നമുക്ക് ഇതിൽ പറയാനുള്ള പോസിറ്റീവും നെഗറ്റീവും. അപ്പോൾ കണ്ടിന്യൂനിറ്റിയാണ് സിനിമ. നമുക്ക് വീണ്ടും വീണ്ടും വാച്ചിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആകുമ്പോഴാണ് ആ സ്ക്രിപ്റ്റിന് നിലനിർപ്പുണ്ടാകും. ഒറ്റത്തവണ വാച്ചിങ് സിനിമയാണെങ്കിൽ ആവറേജിലാണ് പോയി തങ്ങുക. പക്ഷേ ഈ സിനിമക്ക് പൃഥ്വിരാജ് സുകുമാരൻ മൊത്തം ഹോളിവുഡ് ലെവലിലാണ് മൊത്തം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ചെറിയ സപ്പോർട്ടും മറ്റു വിദേശ രാജ്യങ്ങളിലുമൊക്കെയാണ് കൂടുതൽ സമയം ഷൂട്ടിംഗ് ചെയ്യുന്നതും. അതാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന മികച്ചൊരു ഡയറക്ടറെ നമുക്കിവിടെ സ്പേസ് ചെയ്യാൻ പറ്റും. അതാണ് മിടുക്ക്. തൻ്റെ പ്രൊഫഷൻ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട രീതിയെ എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നതാണ് വലിയൊരു പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ അഭിപ്രായം നല്ലൊരു അഭിപ്രായമാകുന്നത് ആ ഒരു ട്രീറ്റ്മെൻ്റാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ, കഥയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നും നമ്മളും ഡീകോഡിങ് ആവുന്നുണ്ട്. കാരണം കുറേ കാര്യങ്ങൾ നമുക്കറിയാതെയും നമുക്ക് കേൾക്കാത്തതുമായ ഒരു ഭാഗമാണല്ലോ 2ാം ഭാഗത്തിൽ വരുന്നത്. അപ്പോൾ പുതിയൊരു വില്ലനെ അവർക്ക് ആരെയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടാകുക എന്നതും നമ്മുടെ ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളാണ് ഇന്ന് വലിയൊരു വിഷയമാകുന്നത്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ എമ്പുരാനിൽ, ഓരോ കഥയും നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ഒരു ഏകദേശം ഒരു ഊഹമുണ്ട്. പക്ഷേ
ചിലപ്പോൾ അതിനും നമ്മൾ മുമ്പ് കണ്ട ലൂസിഫറിനെക്കാട്ടും വേറൊരു രീതിയിൽ എമ്പുരാൻ മാറുമോ എന്നും നമുക്കൊന്നും പ്രതീക്ഷയിൽ നിന്നൊരു വലിയൊരു പ്രതീക്ഷ എത്തിക്കുമോ എന്നൊക്കെ. ഇവിടെ നമ്മുടെ ഗോവർദ്ധൻ എന്ന ക്യാരക്ടർ ആദ്യമായി ലൂസിഫർ എന്ന ഈ വ്യക്തിയെ കാണുന്നത്, എബ്രഹാം ഖുറേഷിയെ കാണുന്നത് ഈ 1-ാം സീനിലാണ്. അദ്ദേഹം എവിടെ നിന്നാണ് കണ്ടത് എമ്പുരാനെ എന്നറിയാത്ത ഒരു വിഷയമുണ്ടായിരുന്നല്ലോ. അതിലൊരു ഉത്തരവുണ്ട്. 1-ാം ഭാഗത്തിൽ തന്നെയാണ് ഗോവർദ്ധൻ ഇയാളെ കാണുന്നത്. അപ്പോൾ എബ്രഹാമിൻ്റെ ഖുറേഷിയുടെ യഥാർത്ഥ അനിയനാര്? അങ്ങനെ ഒരു ചോദ്യം ഈ സീനിൽ കിടപ്പുണ്ട്. അപ്പോൾ പൃഥ്വിരാജ് ആണോ യഥാർത്ഥ അനിയൻ എന്ന് സെയ്ദ് മസൂദ് എന്ന് പറയുന്ന ക്യാരക്ടറിൽ എനിക്ക് പല കാര്യങ്ങളിൽ എബ്രഹാം ഖുറേഷിക്കും സെയ്ദ് മസൂദിനും ഒരു ജോയിൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. കാരണം അവിടെ സെയ്ദ് മസൂദും എബ്രഹാം ഖുറേഷിക്കും തുല്യമായ പ്രാധാന്യമുള്ള ക്യാരക്ടറാണ് ഈ വരുന്ന ക്യാരക്ടറിൽ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ സെയ്ദ് മസൂദിൻ്റെ ക്യാരക്ടറാണ് നമ്മളെ കൂടുതൽ ആകർഷിക്കാൻ സാധ്യത. അതുകൊണ്ടാണ് പൃഥ്വിരാജിനെക്കാട്ടിയും മോഹൻലാൽ എന്ന ക്യാരക്ടറെക്കാട്ടിയും കൂടുതൽ പെർഫെക്ഷൻ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിനുണ്ട് എന്ന് നമ്മളെ കാണിക്കാൻ പറ്റുന്നത്. അതൊക്കെ ഒരു ചോദ്യമാണ്. അതൊക്കെ നമുക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളിലെ ഡീകോഡിങ് തന്നെയാണ്. അപ്പോൾ പഴയ കുറേ ക്യാരക്ടർ, പിന്നെ ഒരു വലിയൊരു മന്ത്രിയുടെ ക്യാരക്ടറായിട്ടും ഒരു പഴയൊരു രാഷ്ട്രീയക്കാരൻ്റെ ക്യാരക്ടറായിട്ട് സുരാജും വരുന്നുണ്ട്. അപ്പോൾ സുരാജ് ആയിരിക്കുമോ ആ കാലഘട്ടത്തിലെ വലിയൊരു പാർട്ടി നിയോഗിച്ചത് എന്നൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ വലിയൊരു റോള് തന്നെയാണ് സുരാജും ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കണക്ക് കൂട്ടലാണെങ്കിലും എന്താണ് പുതിയ ക്യാരക്ടർ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ പേരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തത്തെക്കാൾ സിനിമ പരാജയമാവരുത് എന്നതാണ്. ഈ അടുത്ത് വരുന്ന എല്ലാ സിനിമയും പ്രതീക്ഷയ്ക്ക് ഒരു നിരാശയുണ്ടായതാണ്. അപ്പോൾ ആ ഒരു മൂമെൻ്റ് എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ മരക്കാറ പോലത്തെ സിനിമകൾ പൊട്ടിപ്പാളീസായപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷ തീരെ താഴെയായിരുന്നു. അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് ഉയരണം പണം, അല്ലാതെ മതത്തിൻ്റെയും ഒക്കെ ഒന്നും നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ചെകുത്താനെ വാഴ്ത്തുകയും നന്മയെ താഴ്ത്തുകയും ചെയ്യുന്നുണ്ടോ എന്നും ഒരു ചോദ്യമാണ്. കാരണം സിനിമ എന്നത് ഒരു ബിസിനസ് മാത്രമാണെന്ന് പ്രൊഡ്യൂസറെല്ലാം പറഞ്ഞു. അതിൽ നമ്മൾ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുക എന്നൊരു ഒരു ജോലിയാണ് അവർക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് അവർ തിയേറ്ററുമായൊരു വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ ഒരു സമയത്ത് തന്നെ ഉണ്ടായത്. വലിയൊരു അടച്ചിടൽ പ്രക്രിയയ്ക്ക് തടസ്സം നീങ്ങിയപ്പോൾ നല്ലത് പോകുമ്പോൾ തിന്മകൾ ഉയരുമെന്നത് ഒരു ജനാധിപത്യ സമ്പ്രദായമാണല്ലോ. അപ്പോൾ ആ ഒരു നീക്കുപോക്കിൽ മാർക്കോ പോലെ മാറാൻ സാധ്യത വരുന്ന ഒരു ചെയ്യുന്ന ഒരു ഘടകമാകുന്നുണ്ട്. മാർക്കോക്ക് ഒരു വിലയുമില്ലാതെ ആ മൂവിക്ക് പ്രാധാന്യം ഇല്ലാതായിപ്പോയി, ഒരു വാല്യൂ നഷ്ടപ്പെട്ടു പോയി എന്ന് എനിക്ക് തോന്നുന്നു. സിനിമ ഒരിക്കലും മനുഷ്യനെ സ്വാധീനിക്കാൻ പാടില്ല. സമൂഹത്തിൻ്റെ നിലനിൽപ്പാവണം എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി വരുന്നവർ പലതിനെയും അടിമപ്പെടാൻ സാധ്യതയുണ്ട്, പല തെറ്റിദ്ധരിക്കപ്പെടുകയും ഒക്കെ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻവോൾവ് എന്തായിരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു സിനിമ ഇതിനൊന്നും ഒരു കാരണമേ ആവാൻ പാടില്ല. അത് സമൂഹത്തും തെറ്റാണ്, റിയാലിറ്റിയിലും തെറ്റാണ്. അപ്പോൾ സിനിമ ഒരു കഥയാക്കി മാത്രം കൂടുതൽ എക്സ്പോസ് ഇടാതെ നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ പറയുക. ഇവിടെ എല്ലാം
എല്ലാം തിരിച്ചറിയുന്നിടത്ത് പരാജയവും സംഭവിക്കുമെന്നത് ഓർക്കുക. ജസ്റ്റ് ബിഗിനിങ്. പക്ഷേ നമുക്കെല്ലാം ഓർമ്മകളാണ് സുഖം. ലൈഫിൻ്റെ ഈ ഓർമ്മകളെ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളൊരു സിനിമ കാണുന്നത്. നമുക്ക് സിനിമ കൊണ്ട് കഴിയുമെന്നത് സന്തോഷിക്കാനും ഇമോഷനെ പിടിച്ചടക്കാനും പ്രശ്നങ്ങൾക്കൊരു പരിഹാരങ്ങളും ഒക്കെ സിനിമ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിനൊപ്പം നമ്മളല്ലാതാകുക എന്ന ഒരു ഘടകം കൂടിയുണ്ട്. നമ്മൾ ആരൊക്കെയോ ആണ് എന്ന ചിന്തയും ഒരു സിനിമ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് പാടില്ല. അത് നമ്മുടെ മൈൻഡിൽ ഒരിക്കലും പാടില്ല. എൻ്റർടൈൻമെൻറ്റ് കീ എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ ഞാനൊരു നെഗറ്റീവ് സ്പ്രെഡ് കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർ ഇന്ന് ചെയ്ത ലാസ്റ്റ് വീഡിയോയിൽ ഇത്തിരി നെഗറ്റീവ് ഇല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അവരിട്ടിരുന്ന ക്യാപ്ഷൻ, ആ ക്യാപ്ഷനിൽ ചെകുത്താനെ വാഴ്ത്തണം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു മെൻഷൻ ചെയ്തിരിക്കുന്നു. അത് പാടുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് റിയാലിറ്റിയിൽ അത് ഒട്ടും ചേരാത്ത വാക്കാണ്. അവർ തന്നെ അന്ന് ഒരു വലിയൊരു ന്യൂസ് കാരണം വലിയ സങ്കടത്തിലാണെന്നൊക്കെ പറഞ്ഞ് നിരാശ ബോധത്തിൽ സംസാരിക്കുന്നത് കേട്ടു. പക്ഷേ അതൊരു റൂമർ പോലെയായി മാറിപ്പോകും. ഒന്നുമില്ലായ്മ പോലെ തോന്നും. ആ ന്യൂസൊന്നും അവരുടെ ഹാർട്ടിലെ ടച്ച് ചെയ്തിട്ടില്ലാത്ത, സ്വർഗത്തെ തള്ളിയും നരകത്തെ വാഴ്ത്തിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ചെകുത്താന്മാരെ വെല്ലുവിളിക്കുന്നു. ചെകുത്താന്മാരെ വാഴ്ത്തിയും സാധാരണക്കാർക്ക് ഒരു വിലയുമില്ലാതാകും. ഈ സ്വർഗത്തിൽ ജീവിക്കുന്നവർ സാധാരണക്കാരായിരിക്കും, നരകത്തിൽ ജീവിക്കുന്നത് അധിപന്മാരായിരിക്കും അതാണ് നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്നത് മൊത്തം. അപ്പോൾ ആ ഭൂമിയിൽ സംഭവിക്കുന്ന എല്ലാം സകലവും തെറ്റുകളും ശരികളുമാണ്. ഈ ശരികളെ നേരിലെത്തിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അതവിടെ എത്തിക്കണമെങ്കിൽ നമ്മൾ നമ്മുടേതായ ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അവർ ചെയ്തത് മോശമായ പ്രചരണമാണോ എന്നും എനിക്ക് തോന്നിപ്പോയി. എൻ്റെ ഒരു സംശയമാണ്. ഇത് വലിയൊരു അലിഗേഷൻ്റെ സാധ്യതയല്ല, പക്ഷേ എനിക്ക് തോന്നിപ്പോകും. കാരണം അങ്ങനെയാണ് സമൂഹം ചിന്തിക്കുന്ന രീതികളെന്ന് പറയുന്നത്. നമുക്കവരെ മൈൻഡിനെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഡീകോഡ് ചെയ്യുമ്പോൾ എല്ലാം ചോദിക്കണം. കാരണം എൻ്റെ ഡീകോഡിങ് എല്ലാം കഴിഞ്ഞിട്ടാണ്, ക്ലൈമാക്സ് ആണ് നമ്മുടെ ഡീകോഡിങ്. കാരണം എല്ലാവരും പറയട്ടെ, എല്ലാവരുടെ അഭിപ്രായം പറഞ്ഞ് അവസാനം പറയുമ്പോഴാണ് ത്രില്ല്. അപ്പം എല്ലാവരുടെയും അഭിപ്രായങ്ങളും അവരുടെയൊക്കെ പ്രതീക്ഷയും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം ഉണ്ടാകും. ആ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. മോഹൻലാൽ എന്ന നടനെ എനിക്ക് കുട്ടിക്കാലത്ത് ഇഷ്ടമാണ്. അദ്ദേഹത്തിനെ പോലെ അഭിനയിക്കുക, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുക എന്നൊരു ഫാൻ ബോയ് തന്നെയാണ്. ഇതുവരെ കാണാനും അദ്ദേഹത്തെ ഫോട്ടോ എടുക്കാനും അങ്ങനെയുള്ള ഭാഗ്യമൊന്നും നമുക്കും കിട്ടിയിട്ടില്ല. ഭാഗ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയൊരു ആഗ്രഹമാണ്. പക്ഷേ നമ്മളുടെ റിയാലിറ്റിയെ ചിന്തിക്കുമ്പോഴും നമ്മുടെ സൊസൈറ്റിയെ ചിന്തിക്കുമ്പോഴും ഇതൊരു സ്വാധീനം ചെലുത്തുന്ന സിനിമയുടെ കാറ്റഗറിയിൽ ഒരിക്കലും എമ്പുരാൻ എത്തിപ്പെടരുത് എന്നതാണ് എൻ്റെ ആഗ്രഹം. ചില സ്വാധീനം കുട്ടികളിൽ ഉണ്ടാക്കും. അത് പിന്നെ പ്രശ്നമായി അതിന് പരിഹരിക്കാൻ ശ്രീകണ്ഠൻ നായർ ഓടുന്നത് പോലെ രാവിലെ തൊട്ട് കാസർഗോഡ് വരെ ഓടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇപ്പോൾ 24 ചാനൽ എന്ന് പറയുന്ന ചാനൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ജൈത്യയാത്ര തുടങ്ങുകയാണ് MBDൻ്റെ പേരിൽ. അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാം. അപ്പോൾ ചില സമൂഹത്ത് കുറ്റക്കാരനാക്കാനും ചില കാര്യങ്ങൾ സ്വാധീനിക്കും.
അപ്പോൾ ആ സ്വാധീനമാണ് നമുക്ക് നമ്മളെ എല്ലാതാക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ റിയാലിറ്റിക്ക് എല്ലാ കാര്യത്തിലും ഒരു പങ്കുണ്ടെന്നാണ്. നമുക്ക് സിനിമ ഒരു ഫാഷനാണ്, സിനിമ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ നമുക്കൊരിക്കലും ഈ തൊഴിൽ നിർത്താനും പറ്റില്ല. പക്ഷേ നമുക്കിതൊരു തൊഴിലാണ്, ഒരു പ്രൊഫഷൻ. ഡീകോഡിംഗ് ആണ്, എല്ലാം ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളാണ്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ധർമ്മമാണ്, കടമയാണ് എന്നതൊക്കെ പറയും പോലെ അതിജീവിതമാണ് ജീവിതമെന്ന് പറയുന്ന ഒരു ടാഗാണത്. ലൈഫിൻ്റെ തിരിച്ചറിവാണ് നമ്മുടെ യഥാർത്ഥ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. പക്ഷെ എത്ര ചിന്തിച്ചാലും മനുഷ്യരൊരിക്കലും നമ്മളെ ഹെൽപ്പൻ മെൻറ്റാലിറ്റി കുറവുള്ള രാജ്യമാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ സിനിമയിൽ പറയുന്ന ഒന്നും റിയാലിറ്റിക്ക് കൊണ്ടുവരാൻ കൊള്ളരുതാത്തവർ എന്ത് പാപങ്ങൾ ചെയ്താലും ആ ഒരു ഡയലോഗ്, ആ ഒരു പാപം റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ പാടില്ല. അത് ഒരു ഡയലോഗാണ്. ആ ലൂസിഫറിൽ ഉണ്ടായിരുന്ന അശരീരി പോലെ ഞാൻ അവരെ പ്രഹരം ഏൽപ്പിക്കുമെന്ന് പറയുന്നില്ലേ, അത് മനുഷ്യൻ്റെ ഉള്ളിൽ എത്ര വലിയ മുറിവെട്ടുന്ന ഒരു ഡയലോഗുണ്ടല്ലോ അത് നമുക്ക് അശരീരി പോലെ എന്ന് പറയുമ്പോഴും പ്രഹരം എന്ന് പറയുന്നത് മനുഷ്യനെ ഒന്ന് പേടിപ്പിക്കുന്നതാണ്, നമുക്ക് തോന്നുന്നില്ലേ? അപ്പോൾ സിനിമ സ്വാധീനിക്കരുത്. സിനിമ എന്തിനേയും ഒന്ന് പിടിച്ചു നിർത്തുന്നതായിരിക്കണം, ഒരു റിലാക്സേഷൻ. അപ്പോൾ ഒന്നും നമുക്ക് വേണ്ടിയല്ല, മറ്റ് എല്ലാവർക്കും എൻജോയബിൾ ആക്കണം. കാറ്റഗറിയൊക്കെ മാറ്റണം. ഒരു 18കാരൻ സിനിമ കാണാതിരിക്കാൻ കഴിയുമോ? അവന് കാണും. പിന്നെന്തിനാണ് ഇത്രയും പേരെ തിയേറ്ററിൽ ഇടിച്ചു കയറ്റുന്നത്? അപ്പോൾ അവർ കുറയുമ്പോൾ സിനിമക്ക് ആൾ കുറഞ്ഞാൽ പിന്നെ സിനിമ ആൾ കയറാൻ വരുമോ? ഈ നല്ല സമയത്തൊന്നും ഇത്രയും വലിയ പടങ്ങളൊന്നും ഇറക്കരുത്. കാരണം ഈ റമദാൻ മാസമൊന്നും തിയേറ്ററിൽ ആളുകൾ നിറയില്ല. അതൊരു പച്ചയായ സത്യമാണ്. അത് കൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടേ തിയേറ്ററിൽ പോകുന്നുള്ളൂ. കാരണം അതേ പറ്റൂ. ഒന്നുകിൽ പെരുന്നാൾ കഴിയണം. മുസ്ലിം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ രീതികളൊന്നും മാറ്റാനൊന്നും പറ്റുന്ന അവസ്ഥയിലൊന്നുമല്ല. അതുകൊണ്ട് കുറച്ചും കൂടി ഡേറ്റ് മാറ്റിയാൽ നമുക്ക് നല്ലതായിരുന്നു. മുസ്ലിങ്ങൾക്ക് എല്ലാത്തിനൊരു ലിമിറ്റുണ്ട്. ആ ഒരു ലിമിറ്റിനപ്പുറം നമുക്കൊരിക്കലും, ഇപ്പം മമ്മൂട്ടി പോലും സിനിമ കാണുമെന്ന് ഒരു പ്രതീക്ഷയില്ല. കാരണം മമ്മൂട്ടിക്കും പറ്റില്ല. അപ്പോൾ എല്ലാവരും കാണണമെങ്കിൽ നിങ്ങൾ പറയുന്ന സമയത്ത് ഇറക്കണം. അതായത് നമ്മൾ പറയുന്നൊരു ഡേറ്റ് ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ഡേറ്റ്. പെട്ടെന്നായിപ്പോയി. ട്രെയിലർ കഴിഞ്ഞ പാടെ റിലീസ് ചെയ്യേണ്ടായിരുന്നു. സമയം ഒരു സമയം നമുക്ക് 27 മാർച്ച് നല്ല മാസമാണ് മോഹൻലാലിൻ്റെ കാറ്റഗറി. പക്ഷേ 25ലാണ് ഇറക്കാം. അപ്പോൾ നല്ലൊരു സിനിമ ഇറങ്ങുമ്പോൾ കറക്റ്റ് ഡേറ്റിൽ ഇറക്കണം. പക്ഷേ മറ്റുള്ളവർക്കും ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അവരെ വിലയിരുത്തുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു വിലയും നിലയും ഉണ്ടല്ലോ, അത് കൊടുക്കണമെന്നത് ഒരു സിനിമകൾക്ക് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ പണം മാത്രം പോരാ, അതിൻ്റെ മെസ്സേജസും സ്വാധീനിക്കാൻ സാധ്യമാണ്. അപ്പോൾ അതിൻ്റെ മെസ്സേജ് ഒന്നോ രണ്ടോ നമുക്ക് റിയാലിറ്റിയിൽ കൊള്ളുന്നതാണ്. അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് താനെ ഓട്ടോമാറ്റിക് സേവ് ചെയ്തോളും. അത് അങ്ങനെ ഒരു തിയറിയാണ്. അതുകൊണ്ട്
ജീവിതത്തിൻ്റെ ലൈഫ് സ്റ്റൈലിനെ എമ്പുരാന് മാറ്റം കൊണ്ടുവന്നിരിക്കും. അത് കൊണ്ടുവരണം, പക്ഷേ വേറൊരു രീതിയിലാകണമെന്നും മനുഷ്യന് പാകത വരണം. എല്ലാം കൊണ്ടും റിയാലിറ്റിക്ക് പക്കയായിരിക്കണം. ദാറ്റ്സ് ഓൾ.